വാഹനം വീണ്ടും എത്താൻ പോവുകയാണ് അല്പസമയത്തിനകം. ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ തുടങ്ങാൻ. ഡാനി ഇപ്പോൾ കാണുന്നുണ്ട്, ഇപ്പോൾ ഉടൻ എത്തുന്നു എന്നുള്ള സൂചന കാണുന്നുണ്ട് അവിടെ. തീർച്ചയായും അത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, അത് തന്നെയാണ്. എല്ലാ കണ്ണുകളും റോഡിലേക്ക് നട്ടിരിക്കുന്നു. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് വളരെ നേരമായി കാത്തിരിക്കുന്ന അവരുടെ നായകനെ തന്നെയാണ്. വളരെ പ്രതീക്ഷയോടെ തന്നെ നോക്കിയിരിക്കുന്നു. ഇവിടെ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആർക്കും അതിൽ ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ അദ്ദേഹം എല്ലാവരും തന്നെ നോക്കി നിൽക്കുകയും ചെയ്യുന്നു. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ഏതാണ്ട് 2000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഈ 1.5 കിലോമീറ്റർ ദൂരത്തിലേക്ക് വിന്യസിച്ചിട്ടുള്ളത്. സുരക്ഷ വളരെ കൃത്യമായിട്ട് തന്നെ നടപ്പാക്കിയിരിക്കുന്നു. അതുകൊണ്ട് വൈകിയാലും അത് നേരത്തെ 6 മണിയിൽ നിന്ന് 7:30 ആകുമ്പോൾ പോലും അതിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു വിഷയങ്ങൾ സംഭവിച്ചിട്ടില്ല. സുരക്ഷ പഴുതടച്ച സുരക്ഷയാണ് അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഏത് സമയവും ഇവിടേക്ക് എത്തിച്ചേരാം. മഞ്ജുഷ്, ശരി, ഏത് സമയവും പ്രതീക്ഷിക്കാം. റോഡ് ഷോ ഏത് സമയത്തും തുടങ്ങാം. നേവൽ ബേസിൽ നിന്ന് പ്രധാനമന്ത്രി പുറപ്പെട്ടിരുന്നു. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ വാഹനം എത്തിച്ചേരും. റോഡ് ഷോ തുടങ്ങുന്ന മഹാരാജാസ് കോളേജ് മൈതാനത്തിനടുത്തേക്ക് KPCC ജംഗ്ഷനിൽ നിന്നാണ് റോഡ് ഷോ തുടങ്ങാൻ പോകുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ദൃശ്യങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ളതുണ്ട്. KPCC ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യം, സുഭാഷ് പാർക്കിന്റെ മുന്നിൽ നിന്നുള്ള ദൃശ്യം, ലോ കോളേജിന് മുന്നിൽ നിന്നുള്ള ദൃശ്യം, ഗസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്നുള്ള ദൃശ്യം, എല്ലായിടങ്ങളിലും ജനങ്ങൾ കൂടി നിൽക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കാണുന്നതിന് വേണ്ടി. റോഡ് ഷോ തുടങ്ങുന്നത് KPCC ജംഗ്ഷനിൽ നിന്നാണ്. അധികം ദൂരമില്ല, 1.25 കിലോമീറ്റർ ദൂരത്തുള്ള ഗസ്റ്റ് ഹൌസിലേക്കാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ നടക്കുക. എല്ലായിടങ്ങളിലും ജനങ്ങളാണ്. ഉച്ച മുതൽ തന്നെ ഇതേ ദൃശ്യമായിരുന്നു. ഇപ്പോൾ 1 ലക്ഷത്തിലധികം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. വാഹനങ്ങൾ തിരിച്ചിട്ടുണ്ട്, വാഹനങ്ങൾ എത്തുന്നു എന്നുള്ള വിവരം കിട്ടുന്നുണ്ട്. പൈലറ്റ് വാഹനങ്ങൾ വരുന്നു. അല്പസമയത്തിനകം പ്രധാനമന്ത്രിയെ കാണാം. ആ ദൃശ്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇതിപ്പോൾ ഈ ലൈവ് ദൃശ്യം കാണുന്നത് KPCC ജംഗ്ഷന് മുന്നിൽ നിന്നാണ്.